വെളുപ്പിനെ ഒരു 4 മണിക്കുള്ള നാഷണൽ ഹൈവേയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നടാവ് ഈ സമയത്ത് എന്നോട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ വരെ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. വ്ളോഗ് മോഡിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ആലോചിച്ച് കുരഞ്ഞു കുത്തിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയ സുഹൃത്തും ചാനലിൻ്റെ കടുത്ത ആരാധകനുമായ പ്രവീൺ ഒരു 1 ഡേ ട്രിപ്പിനെ കുറിച്ച് നമ്മുടെ അടുത്ത് പറയുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പ്രവീണും ഉണ്ട് നമ്മുടെ ഒപ്പം. തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ ആനവണ്ടി കോതമംഗലം ഡിപ്പോയാണ് ജംഗിൾ സഫാരി എന്ന പേരിലുള്ള ഈ ടൂർ പാക്കേജ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കറക്റ്റ് 7:30 തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചെന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ അവർ തിരിച്ചെടുക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് 8 മണിക്ക് തന്നെ യാത്ര പുറപ്പെടും എന്നുള്ളതിനാൽ ഞങ്ങൾ നേരത്തെ തന്നെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അടങ്ങി കുത്തിയിരുന്നു. അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മളടക്കം 3 ബസ്സുകളാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. വളരെ കുറച്ചു നേരം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്, ഭൂതത്താൻകെട്ട്. നമ്മുടെ വീഡിയോ എടുക്കാൻ വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് വേണ്ടി ഒരു ഹാർദവമായ സ്വാഗതം ഇവിടെ ഫ്ലെക്സ് രൂപത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ബോട്ടിംഗ് യാത്രയാണ് പാക്കേജിന്റെ ഫസ്റ്റ് അട്രാക്ഷൻ. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ആലുവയിലുള്ള ആൽവേ സെറ്റിൽമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകരും അവരുടെ ഫാമിലിയുമാണ് നമുക്കൊപ്പം ഉള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളാണ് ശരിക്കും അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡ്രൈവർ ഇരിക്കുന്ന സീറ്റും നമ്മളിരിക്കുന്ന 3 സീറ്റും ഒഴിച്ചാൽ ബാക്കി വണ്ടിയിൽ മൊത്തം അവർ തന്നെയാണ്. ഒരു ചോക്കെടുക്കാൻ പോലും സ്റ്റാഫ് റൂമിൽ കയറാത്ത ഞങ്ങൾ ഒരു ബസ് നിറയെ ടീച്ചർമാരുമായിട്ട് യാത്ര പോകണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ വോട്ടേജ് പോയി. ഇതാണ് നമ്മുടെ കപ്പിത്താൻ ജാക്ക് സ്പാരോ. നേരെ അറിയാത്തോണ്ടാട്ടോ നമ്മൾ വേറെ പേരിട്ട്. പ്രഥമ ദൃഷ്ടിയിൽ ആദ്യമൊക്കെ ഞങ്ങൾ അകൽച്ചയിലായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമാകുന്നത് ബോട്ട് യാത്രക്കിടയിൽ ഒരു പാട്ടിട്ടപ്പോഴാണ്. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് കണ്ടത് അധ്യാപകർക്കുള്ളിലെ അംഗനവാടി പിള്ളേരെയാണ്. സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാതി സ്റ്റെപ്പുകൾ. പള്ളിപ്പെരുന്നാൾ പോലും നമ്മളൊന്നും ഇങ്ങനെ കളിച്ചിട്ടില്ല. അപ്പുറത്തെ ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടികളെ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു പ്രവീൺ. കാണുമ്പോൾ വായ്നോട്ടൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ നല്ല പിള്ളേരാ, പ്രത്യേകിച്ച് ഈ ഇരിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും ഒരു ഉഴപ്പനുണ്ടാകും എന്ന് പറയുന്ന പോലെ നമ്മുടെ യാത്രയിലുണ്ട് അങ്ങനെ ഒരു ഐറ്റം. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ആംഗ്ലോ ഇന്ത്യക്കാരൻ സ്റ്റഫോർഡ് സർ. മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ നമ്മുടെ ബേബി ചായം പറയുന്ന പോലെ ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. ജ്ഞാരകമായ സ്റ്റെപ്പുകൾക്ക് ശേഷം എല്ലാവരും തളർന്നു കുത്തിയിരിക്കുന്ന സമയത്താണ് ബോട്ടിലുള്ള 50ഓളം സുഹൃത്തുക്കൾ ആവശ്യപ്പെടാതെ ഞാൻ കരുതുന്ന ഒരു പാട്ട് പാടുന്നു. ഈ ഒരു പാട്ടാണ് ഈ യാത്രയുടെ വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങളും അവരിൽ ഒരാളായി മാറുകയായിരുന്നു. ഒരു മണിക്കൂർ നേരത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് മാമലക്കണ്ടം വനപാതയിലൂടെയാണ്.
കഷ്ടിച്ച് ഒരു വാഹനം മാത്രം കടന്നു പോകാൻ വീതിയുള്ള റോഡിലൂടെയാണ് നമ്മുടെ ആന കാട് കയറുന്നത്. കാട്ടിലെ യാത്രയ്ക്ക് നമുക്ക് എസ്കോർട്ടായി കേരള പോലീസിന്റെ പുതിയ കരിങ്കൊടി കൂർക്കയും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബസ് കൂടാതെ മറ്റു ജില്ലകളിലെ ഡിപ്പോകളിൽ നിന്നുമുള്ള ബസ്സുകളും അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ ആന കാട് ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങളുടെ യാത്രയിലുടനീളം നമ്മുടെ ടീച്ചർമാർ അന്താക്ഷരി കൊണ്ട് ആറാടുകയായിരുന്നു. അന്താക്ഷരിയിലെ അവസാന വാക്ക് തെറ്റിച്ചതും പ്രകോപിതയായ നമ്മുടെ മലയാളം ടീച്ചർ പ്രവീൺ ഒരു മലയാള വ്യാകരണ ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്തു കൊടുത്തു. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഏലക്കാടുകൾക്ക് നടുവിലൂടെയാണ്. സന്തോഷകരമായി നീണ്ട ആ യാത്രക്കിടയിലാണ് അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റ് സംഭവം. ദീർഘദൂരം ഓടി ക്ഷീണിച്ച നമ്മുടെ ആനക്കുട്ടൻ കുറച്ചു നേരത്തെ വിശ്രമത്തിനായി റോഡിൽ. ഇത് കുറുക്കമ്മൂലി രക്ഷിക്കാൻ നിൽക്കുന്ന മിന്നൽമുരളിയല്ല, എന്തു ചെയ്യണമെന്ന് അന്താളിച്ച് നിൽക്കുന്ന പ്രവിയാണ്. നീണ്ട പരിശ്രമത്തിന് ശേഷം ടീച്ചർമാരുടെ പ്രാർത്ഥന കൊണ്ടാണോ ഡ്രൈവറുടെ കഴിവുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, ഞങ്ങൾ ആനയെ ഇരുന്നിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് യാത്ര തുടർന്നു. അടുത്ത നമ്മുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ഉച്ചക്കത്തെ ഭക്ഷണമാണ്. ഓരോ ജംഗ്ഷനും സ്പീഡ് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായി. അവസാനം നമ്മുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് പാക്കേജിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സ്ഥലമെത്തി. പരമ്പരാഗത ബീവറേജുകളെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു നീണ്ട ക്യൂ ആണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് യാത്രയായി. ചൂടുകൊണ്ട് അവശരായി ഞങ്ങൾ ഒരു ഷോട് കുടിക്കുന്നതിനായി അടുത്തുള്ള പെട്ടിക്കടയിലേക്ക് കയറി. ആ ഒരു സമയം കൊണ്ട് തന്നെ ബസ്സിലുള്ളവർ അവരവരുടെ സീറ്റുകളിൽ സ്ഥാനം പിടിച്ചു. ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ ഡ്രൈവർ പൾബർ. അടുത്ത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് പുള്ളിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വിദൂര തിരികെ കഴിച്ചു. ഇല്ലിക്കാടുകൾക്ക് നടുവിലൂടെയുള്ള ഈ വഴി കടന്നാണ് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പെരുമ്പമുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്.
വണ്ടി ചായ കുടിക്കാൻ സൈഡാക്കിയ ഗ്യാപ്പിൽ ഡ്രൈവർമാരോട് തള്ളിക്കൊണ്ടുവരുന്ന പ്രവീണിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂട് ചായയും തണുത്ത ഉഴുന്നുവടയും അടങ്ങിയ ആർഭാടമായ ചായ കുടിക്ക് ശേഷം നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷനായ പുളുക്കുമലയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു വ്യൂ പോയിന്റിൽ വെച്ച് ഫോട്ടോ എടുക്കാനായി വണ്ടി നമുക്ക് നിർത്തുന്നു. ഇത് തോട്ടത്തിൽ തേയിലെന്നുള്ള നിൽക്കുന്ന ചേച്ചിമാരാണെന്ന് വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ഫോട്ടോ എടുക്കാനായി നിരന്ന് നിൽക്കുന്നത് നമ്മുടെ ടീച്ചർമാരാണ്. സമയം ഇപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിരിക്കുന്നു. ഫോട്ടോഷൂട്ടിന് ശേഷം ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് മൂന്നാർ ടൗണിലേക്കാണ്. സമയം ഒരു 6-6:30 ആയപ്പോൾ തന്നെ പലയിടത്തും ഓട കൊണ്ടും മൂടാൻ തുടങ്ങി. മൂന്നാർ ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെ തണുപ്പുകൊണ്ട് എല്ലാവരുടെയും ചെവി അടങ്ങി. മൂന്നാർ വരെ വന്നു എന്നുള്ളൊരു തെളിവിനായി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കാൻ വണ്ടി സൈഡാക്കി. ആളുകൾ മെയിനായിട്ട് ഇവിടുന്ന് വാങ്ങിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി, ഏലക്ക, ചോക്ലേറ്റ്. വേറൊന്നും കൊണ്ടല്ല, വേറെ ഒന്നും ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ സമയം 7 മണി. നമ്മുടെ യാത്ര അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കോതമംഗലം ഡിപ്പോയിലേക്കാണ് തിരിച്ചു പോകുന്നത്. വന്നത് കാട്ടുപാതയിലൂടെയാണെങ്കിലും തിരിച്ചു പോകുമ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയിലൂടെയാണ്. പോസ്റ്റ്മാൻ വന്നപ്പോൾ എനിക്ക് തന്നൊരു ലവ് ലെറ്റർ. ഇന്നലെ പോസ്റ്റ്മാൻ വന്നപ്പോൾ എനിക്ക് തന്നൊരു ലവ് ലെറ്റർ. പൊട്ടിച്ചു വായിച്ചപ്പോൾ നിരാശനായി വെഡിങ് ലെറ്റർ. കാണാൻ ഒത്തിരി പേരുണ്ട്. കണ്ടാൽ നല്ലൊരു പുഞ്ചിരിയാണ്. സീനിനെ കാണാൻ ഒത്തിരി പേരുണ്ട്. ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കിയത് ഇവിടുത്തെ കോടയോ കാഴ്ചകളോ ഒന്നുമല്ല. ചാർലി സിനിമയിൽ കുഞ്ഞിക്ക പറഞ്ഞതുപോലെ പിടികിട്ടാത്ത ചില എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ. ഇവരെ പോലെ ഈ യാത്രയെ മനോഹരമാക്കിയത് ഇവരാണ്. വ്ളോഗിംഗ് മോഡിലുള്ള ഞങ്ങളുടെ ഈ ആദ്യ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വൈബ്സ്.